ഗൈസ് ഓക്കെ. നിങ്ങൾക്ക് എന്താണ് അറിയണ്ടേ? നിങ്ങൾക്ക് ഓക്കെ. എന്താണ് അറിയണ്ടേ? അത് അവൻ പറയും. ഞാൻ ഓക്കെ. ഞാൻ പറഞ്ഞു തുടങ്ങാം. എടാ നീ സം സംസാരിച്ചു. എനിക്കിത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് നീ എന്തുകൊണ്ടാണ് ടിവിയിൽ നിന്ന് ഇറങ്ങിയത്? നീ ഞാൻ എന്തിനാണ് സ്റ്റോറി ഇട്ടത്? ഓക്കെ. അതിനെ പറ്റിയിട്ട് കാര്യം പറ. ടി വിന്ന് ഇറങ്ങിയ കാര്യം പറയാം. ടി വിന്ന് ഇറങ്ങാനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കാരണമാണ്. ഇത് തന്നെ ആയിരുന്നു ഒരു കാരണം. ഇതായിരുന്നു ആ കാരണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാങ്ങിൽ ഇത് ആർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കുണ്ടായിരുന്നു അവരുടെ കൂടെ നിൽക്കണമെന്നായിരുന്നു ഈ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ആരുടെ കൂടെ ഞാൻ നിന്നേനെ. അങ്ങനെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ സരക്കൻ്റെ കൂടെ നിന്നു. എനിക്ക് സർക്കിളിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു. ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി. ഫോർമലി ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി. പറയേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എങ്ങനെയാണ് ചോദിച്ചത്, ഗ്രൂപ്പിൽ ചോദിച്ചു. ഡി എമ്മിൽ പറയാൻ പറഞ്ഞു. എൻ്റെ ഒപ്പീനിയൻ ഞാൻ സിമ്പിൾ ലൈൻസിൽ പറഞ്ഞു. സരക്കൻ്റെ കൂടെ സരക്കണ്ണില്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്യാങ്ങിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ഒരു ലൈനിൽ മെസ്സേജ് പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു ഇറങ്ങി. എന്നിട്ട് എന്തായി? പറഞ്ഞു ഇറങ്ങി. രണ്ടെണ്ണമുണ്ടോ? ഓക്കെ. ഞാൻ പറയാം guys. സംഭവം ഞാൻ പറഞ്ഞുതരാം guys. അത് പറഞ്ഞു ഇറങ്ങി. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രശ്നമൊന്നും ഇല്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ഈ ഇതിനായിട്ട്. അങ്ങനെ പറഞ്ഞു ഇറങ്ങി. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ ഡി എമ്മിൽ തന്നെ സംസാരിക്കുകയാണ്. ഡി എമ്മിൽ പറഞ്ഞു ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് തീർക്കുക എന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ ഡി എം ക്ലോസ് ചെയ്യുന്നത്. ഈ 3 മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് നിർത്തുന്നത്. ഇത്രയും പറഞ്ഞ് നിർത്തി. എന്നിട്ട് ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങളെ എല്ലാവരും ഇന്നലെ വൈകുന്നേരമാണ് തോന്നുന്ന സമയം. ഇന്നലെ വൈകുന്നേരം ഗ്രൂപ്പിൽ നിന്ന് എന്നെ കിക്ക് ചെയ്തു. ഫസ്റ്റത്തെ കാര്യം എന്നെ കിക്ക് ചെയ്തു. എന്നെ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന് അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന് ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടില്ല. Guys, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യം പറയാം. എടാ ഒരു മിനിറ്റ്. ബുള്ളറ്റ് ഞാൻ സംസാരിക്കാം. ഗൈസ്, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യം പറയാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസത്തില് ഈ മറ്റേ സർക്കണ്ണും അല്ലെങ്കിൽ വാസുണ്ണുമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ. സോ അണ്ണൻ ഒരു ദിവസം സർക്കണ്ണ വന്നിട്ട് പറയാടാ എനിക്ക് ഇത് മൊത്തത്തിൽ പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് പറഞ്ഞാൽ അണ്ണൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിന് തൊട്ട് പിറ്റേ ദിവസം ആയപ്പോ ലൈക്ക് അണ്ണൻ ലൈവിൽ വന്നിട്ട് അണ്ണൻ പറയുകയും ചെയ്തു ഗൈസ് ഇനി ഞാൻ ടി വിയിൽ ഉണ്ടാവത്തില്ല, ടി വിയിൽ കളിക്കത്തില്ല എന്നുള്ള രീതിയിൽ അണ്ണന്റെ സ്റ്റേറ്റ്മെന്റ്, അതായത് സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് അണ്ണന്റെ ലൈവിൽ തന്നെ അണ്ണൻ പറഞ്ഞു. ഓക്കെ. അതിന്റെ തൊട്ട് ദിവസം അപ്പോഴാണ് വാസവൻ അറിയുന്നത് ലൈക്ക് ഇതേപോലെ സർക്കണ്ണൻ ടി വിയിൽ കാണത്തില്ല എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ടോപ്പിക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ എന്റെ രീതിയിൽ ഒരു മെസ്സേജ് ഞാൻ അവിടെ ഇടുന്നു. അതായത് ഇടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗൈസ് ഇത്രേ ഉള്ളൂ. അതായത് സർക്കണ്ണൻ ഇല്ലാതെ എനിക്ക് ഇത്രയും കാലം നമുക്ക് ഒരു ഡൗൺ ടൈമും എല്ലാം എന്ന് വെച്ചാൽ ടി വിയുടെ ഒരു ടൈമിൽ, അതായത് തുടങ്ങുന്ന ടൈമിൽ ഉണ്ടായിരുന്ന 5 ഫേസസ് എന്ന് പറയുന്നത് സർക്കണ്ണൻ, വാസുണ്ണൻ, പിന്നെ അല്ലെങ്കിൽ വാസുണ്ണൻ, സർക്കണ്ണൻ, ചന്ദ്രൻ, ബാബു അല്ലെങ്കിൽ ഞാൻ, ഈ 5 പേരാണ് കോറായിട്ട് ഒരു ഡൗണും ഇല്ലാത്ത രീതിയിൽ ടി വിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തുടക്കം മുതൽ. ഈ 5 ഫേസസ് ആണ് ടി വിയുടെ ഫേസസ്, മനസ്സിലായി? അപ്പൊ അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്കത് പറ്റത്തില്ല. കഴിഞ്ഞ വട്ടം ഇതേപോലെ ഈഗിള് ഇല്ല അല്ലെങ്കിൽ ടി വിയിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോഴും നമുക്ക് ടി വിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, മനസ്സിലായി? അതുകൊണ്ട് നമ്മളും അന്ന് ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ, അതായത് ഈഗിൾ ഇല്ലാതെ ടി വിയെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് ഉറപ്പിച്ച് നിന്ന പോലെ ഈ വട്ടം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള ഇഷ്യൂസ് തീരുന്നവരെ ഞാൻ എന്തായാലും ഗ്യാങ്ങിലില്ല എന്നാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് മെസ്സേജ് ഇടുന്നത്. അതായത് വാസവണ്ണും സർക്കിളിനുമായിട്ടുള്ള ഇഷ്യൂസ് തീരുന്നവരെ ഞാൻ എന്തായാലും ടി വിയിൽ കളിക്കുന്നില്ല, അതുവരെ ഞാൻ ബ്രേക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ മെസ്സേജ് ഇട്ടപ്പോൾ ലൈക്ക് വാസവണ്ണ വന്ന് പറഞ്ഞു, ഇതേപോലെ വന്ന് പറഞ്ഞു എന്തായാലും റിബൽ ഇല്ല, ഇനി നിന്റെ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ നീ പറയുക എന്നുള്ള രീതി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വന്നതും ഞാൻ ആർപ്പി ചെയ്തതും ഞാൻ തുടങ്ങിയത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും എല്ലാം സർക്കാരിന്റെ കൂടെയാണ്. അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. അപ്പൊ അണ്ണൻ ഇല്ലാതെ എനിക്ക് ടി വിയിൽ, അല്ലാതെ ടി വിയിലെടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ലൈക്ക് ടി വി എടുത്ത് ഞാൻ എത്രത്തോളം നിന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും എനിക്ക് വലുതാണ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ കുറച്ച് ഫ്യൂ ഡേയ്സ് കാണും, അത് കഴിയുമ്പോൾ സോർട്ട് ഔട്ട് ആവും. സോ പഴയ പോലെ എല്ലാം ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ആ ടൈമിൽ ഞാൻ പറഞ്ഞ അണ്ണ ലൈക്ക് എനിക്ക് സർക്കണ്ണ ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് മെസ്സേജ് ഇട്ടത്. അപ്പൊ അണ്ണ എനിക്ക് നല്ല രീതിയിൽ പറയടാ എനിക്കത് മനസ്സിലാവും. വാസോടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്കത് മനസ്സിലാവും, നിന്റെ ഡിസിഷൻ എന്തായാലും ഇതാണെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലാണ് അവിടെ മെസ്സേജ്. അവിടെ ഒരു റോങ് ആയിട്ടോ ഒന്നും സംസാരിച്ചില്ല. ഒബ്വിയസ്ലി നമ്മളെ ഇതിന്റെ അകത്തുള്ള ലൈക്ക് കുറെ പേർക്ക് ഇങ്ങനെ, അതായത് ഇറ്റാച്ചി സംസാരിച്ചു, സുനിമോ സംസാരിച്ചു, ഇങ്ങനെ ഓരോ ആൾക്കാർക്കും അവരെ ഒപ്പീനിയൻ പറഞ്ഞു. അതായത് അവരെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് ഇപ്പൊ
സർക്കണ്ണനും വാസുണ്ണും അവർക്ക് ഒരേപോലെയാണ് പിള്ളേർക്ക്, അതായത് രണ്ടുപേർക്ക്. ഇപ്പൊ ഇവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ആവും എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ആവത്തില്ല. അല്ലെങ്കിൽ സർക്കണ്ണൻ ഇനി ടിവിയിലേ ഇല്ല എന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലായി? ആർക്കും അത് ഇനി എങ്ങനെ പോവാം മുന്നോട്ട്, അല്ലെങ്കിൽ സർക്കണ്ണൻ ഇല്ലാതെ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് ഇറങ്ങുക. അല്ലാതെ ഇവിടെ ആരെ സൈഡിൽ നിന്നും മനസ്സിലായി ഇപ്പൊ ഈഗിളിന്റെ സൈഡിൽ നിന്ന് ശോകമായിട്ട് ഇറങ്ങി വരുമോ, അല്ലെങ്കിൽ സർക്കണ്ണനെ സപ്പോർട്ട് ചെയ്ത് വേറൊരു സാമ്രാജ്യം തുടങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും വർഷം നമ്മളെ കൂടെ നിന്നൊരു ലൈക്ക് ഒരാളില്ലാതെ ഒരു ടിവിയെ മുന്നോട്ടെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. ബുള്ളറ്റ് ലൈക്ക് അവനെ അറിഞ്ഞൂടാ, അവൻ എന്തുകൊണ്ടാണ് അവനെ ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് കിക്ക് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അവൻ എന്താണ് റീസൺ അവൻ അറിഞ്ഞൂടാ. അതിന്റെ പേരിലാണ് അവൻ എനിക്ക് അതിനെ വിഷമമായി. പറ്റിയിട്ടാണ് അവൻ എനിക്ക് നിനക്ക് സത്യം പറയാൻ എന്ന് വന്നത്. പറഞ്ഞാൽ എന്നെ കിക്ക് ചെയ്തു. എനിക്ക് വിഷമമായി, സത്യമായിട്ട് എനിക്ക് വിഷമമായി. എന്ന് പറഞ്ഞാൽ 5 വർഷം ഞാൻ 5 വർഷം എനിക്ക് നിൽക്കാൻ പറ്റുന്ന സമയം മൊത്തം ഞാൻ നിന്ന ഒരു ഗ്യാങ് ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവരാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സർക്കിൾ ഇല്ല, എനിക്ക് വേറൊരു ആക്ടിവിറ്റി ഇല്ല. ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് നിന്നൊരു ഗ്യാങ് ആണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ നിന്ന് എന്നെ കിക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വിഷമമായി. എന്ന് പറഞ്ഞാൽ അതിനും തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എല്ലാവരും ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ കൂടെ ഇല്ലാത്തവരോടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനത് കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ മെസ്സേജ് കാണുന്ന കുറച്ച് കഴിഞ്ഞാണ്. എന്നെ കിക്ക് ചെയ്തിട്ടൊരു 30 മിനിറ്റ്സ് എന്തോ കഴിഞ്ഞാണ് ഞാൻ മെസ്സേജ് കാണുന്നത്. എന്നിട്ട് ഞാൻ കണ്ടപ്പോഴേക്കും എനിക്കൊന്നും പറയാനില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ ഭയങ്കര വിഷമമായി. ഞാനപ്പോഴത്തേക്കും എന്നെ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ എന്തോ കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. അതെ, എന്നെ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ കിക്ക് ചെയ്തെന്ന് പറയുന്ന പ്രൈമറി നമ്പർ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോറി ഇടുന്നത്. അല്ലാതെ എനിക്ക് ഇത് ഉണ്ടാക്കണമെന്നൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന എൻ്റെ മെന്റൽ ഫ്ലക്ച്വേഷനിൽ ഞാനത് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആരാണല്ലോ ചെയ്തതിനെ എൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവനെ അറിയത്തില്ല അവൻ എന്തിനാണ് കിക്ക് ചെയ്തതെന്നും, അല്ലെങ്കിൽ അതെ, മാത്രമുള്ള തെറ്റ് എന്താണ് അവൻ ചെയ്തെന്നുള്ള രീതിയിൽ ബുള്ളറ്റിന് അറിയത്തില്ല. ബുള്ളറ്റിന് ആ ടൈമിൽ എന്താണ് എന്നുള്ള റീസൺ അറിയാതെ അവൻ സ്റ്റോറി ഇട്ടത്. ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ഒപ്പീനിയൻ അല്ലാതെ മോശമായിട്ട് ഇതൊക്കെ നമ്മളെ കേൾക്കാൻ ബാധിച്ചാണ് സീരിയസ്. അല്ലല്ല എടാ ഇടട്ട് ചാറ്റിലുള്ളവന്മാർ തെറി വിളിച്ചോ ഗൈസ്. ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളെ തെറി വിളിച്ചോ ഗൈസ്, നിങ്ങളെ തെറി വിളിക്കണം. കാരണം നമ്മളത് പറയല്ല. ഞാൻ ലൈവ് ഇടുന്നതിന് മുമ്പ് വരെ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിരുന്നതാണ്. എനിക്ക് മെസ്സേജ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് പറ്റാതായി പോയി. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കണം. എനിക്ക് പിന്നെ അവൻ ഇമോഷണലി ഷോക്ക് ആയതുകൊണ്ടാണ് അവൻ നിങ്ങളുടെ സംസാരിക്കാത്ത. മനസ്സിലായി? അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. സോ ബുള്ളറ്റിന് അത് എന്താ റീസൺ എന്ന് അറിയണം. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് ലൈക്ക് ബാക്കി പറ. എന്നെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാളെ ഉണ്ടായിരുന്ന ഗ്യാങ്ങിൽ തന്നെ കിക്ക് ചെയ്തു, ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിക്ക് ചെയ്തു. എന്നിട്ടാണ് അതുവരെ ഗ്രൂപ്പിൽ ആർക്കും അറിയത്തില്ല കിക്ക് ചെയ്തെന്നുള്ളൊരു സംഭവം അറിയില്ല. എന്നെ റിമൂവ് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് പറഞ്ഞു, എന്നിട്ട് എൻ്റെ സെക്കൻഡ് നമ്പർ ഉണ്ടായിരുന്നു. സെക്കൻഡ് നമ്പറിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് നമ്പർ ഉള്ള കാര്യം അറിയില്ലായിരിക്കും. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ അപ്പോഴും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പ്രശ്നത്തിനൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും നല്ലതാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് വിഷമമായി. എന്നെ കിക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും വിഷമമായി. ഞാൻ അങ്ങനെയാണ് സ്റ്റോറി ഇട്ടത്. അല്ലാതെ വേറൊരു ഇത് വരത്തണമെന്ന് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. അത് അങ്ങനെ ഇട്ടതാണ്. എന്നിട്ടെന്താ പറ്റിയത്? ഓക്കെ, എന്നിട്ട് ഗ്രൂപ്പിൽ സംസാരമായി. ലൈക്ക് എന്താണ് എന്നെ റിമൂവ് ചെയ്യാൻ കാരണം? പറഞ്ഞു. എടാ റീസൺ പറയടാ, എന്തിനാണ് നിന്നെ ആളിതാക്കിയെന്നുള്ള റീസൺ എന്നെ റിമൂവ് ചെയ്യാൻ കാരണം അത് ഞാനൊരു വോയിസ് നോട്ട് കേൾപ്പിച്ചുതരാം. അത് എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ എന്നെ കിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ ഈഗിൾ ബ്രോ പറയുണ്ടായി. എന്ന് പറഞ്ഞാൽ എന്നെ കിക്ക് ചെയ്ത കാര്യം ഇവിടെ ഗ്രൂപ്പിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡി എം ചോദിച്ചു കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വോയിസ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അതാണ് സംഭവം. ഒന്ന് കേട്ട് നോക്കണം. എടാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മാത്രം കുറെ വന്നിട്ട് മറ്റേ ഈ പറയാൻ ധൈര്യമില്ല, പക്ഷെ വന്നിട്ട് മറ്റേ കഴിഞ്ഞ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോ കൊണൊക്കെ ഉണ്ടല്ലോ. അതും എനിക്ക് തീരെ ഇതല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് പോകണം. അല്ലാതെ ഗ്രൂപ്പിൽ ആരെങ്കിലും പറയുമ്പോൾ +1 ഇതെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് കാര്യമില്ല. മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ചന്ദ്രൻ അലീനയുടെ ഒരു ഇഷ്യൂല് വന്നപ്പം
അതിൽ ഇവൻ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴേ അറിയുന്നത്. ഓക്കെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പൊളിഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തു മാറ്റുന്നു. ഇതാണ് 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 ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഇത് ചോദിച്ച ആൾ എന്നോട് തന്നെ വന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഒരാളല്ലേ, കൂടെയുള്ള ഒരാളെ പറ്റി ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എന്നോടൊന്ന് ചോദിക്കുകയുണ്ടായി, എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോഴത്തേക്കും ബ്രോ ഇത് ചെയ്യല്ലേ, സോറി, ഇത് 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 ഇതിപ്പോൾ ലാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സീരിയസ്ലി മോശമാക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. എനിക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്, എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. എനിക്കത് എന്നിട്ട് പക്ഷെ ഞാൻ ഈ സ്റ്റോറി കേട്ടതുകൊണ്ട് ഞാൻ ഇതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പോയില്ല. ഫസ്റ്റത്തെ കാര്യം ഞാനത് റിപ്ലൈ ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് റിപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ചെയ്തതൊന്നും ഇല്ല. ഞാനായിട്ട് ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല, വേറൊന്നും പറയാൻ പോയില്ല, അത്രേ ഉള്ളൂ. എന്നാ എനിക്കറിഞ്ഞൂടാ എന്താ പറയേണ്ടത്. അയ്യോ, സോറി. എന്താണ് മെസ്സേജ് ഇങ്ങനെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അലീനയുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായില്ല ഈ റീസെൻ്റ്ലി. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്യാങ്ങിലുണ്ടായിരുന്നവർ കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ എന്തേന്നല്ല, നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ കുറച്ച് വേണ്ടായ്മ പറഞ്ഞു പോയി. അപ്പോഴത്തേക്കും അതിൽ ഞാൻ അങ്ങനെ അത് ഭയങ്കര മോശമായിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇതിട്ടോട്ടെ. എടാ നീ ആദ്യം ചാറ്റ് നോക്കുന്നു നിർത്തും, നിനക്ക് പറയാനുള്ള കാര്യം നീ പറഞ്ഞിട്ട് ഞാൻ ഇത്ര ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എവിടെ ഇപ്പം നിർത്തിയത്. എടാ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനോ കാര്യത്തിനോ ഒന്നും വന്നതല്ല. ഫസ്റ്റ് അങ്ങനെ ഇതിനൊന്നും അല്ല, ഈ ലൈവ് ഇട്ടതും ഒന്നും അല്ല. നിങ്ങൾ ഈ ഫസ്റ്റ് അത് ഈ ചാറ്റിൽ വന്നിടന്ന് ഇവരെന്തോ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള സംഭവം നിർത്ത്. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ലൈവിലിരുന്ന് ഇവരെ കുറ്റം പറയുന്നുണ്ട്, ഒരു കാര്യമില്ലാതെ. ഞാനൊന്ന് സംസാരിക്കാൻ, ഞാൻ ഇപ്പൊ വന്ന് VC സംസാരിക്കത്തോലും ഞാൻ സംസാരിച്ചാൽ പറയും നീ ഇവിടെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചതാണല്ലേ, ഞാൻ ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഗൈസ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവനിപ്പം നിങ്ങൾ ഈ ചാറ്റിൽ AGRന്റെ കാര്യം ഒന്നും പറയണ്ട, അതൊന്നും അല്ല ഇവിടുത്തെ ഒരു പ്രശ്നം, അതൊക്കെ വിട്. ആദ്യം പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് കേക്ക്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവന് കിക്കാക്കിയപ്പോഴത്തേക്ക് അതിന്റെ റീസൺ ചോദിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് പറഞ്ഞത്, അവൻ ഇവിടെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈഗിളിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതിന്റെ കൂടെ ചന്ദ്രന് അലീനയായിട്ടുള്ള എന്തോ ഇഷ്യൂവിന്റെ അകത്തിട്ട് ബുള്ളറ്റിന് അതിന്റെ അകത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് അവന് പറഞ്ഞു, അത് കേട്ടപ്പോൾ അവന് ഷോക്കായി, മനസ്സിലായി. അത് കേട്ടപ്പോൾ അവൻ ഷോക്കായ സമയത്ത് അന്നേരത്തെ ട്രിഗറിലാണ് അവൻ ആ സ്റ്റോറി ഇട്ടത്, അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, എല്ലാവരും മനുഷ്യരാണ്. ഇപ്പൊ എല്ലാവർക്കും വിഷമം വരും, മനസ്സിലായില്ലേ? അവൻ വോയിസ് കേൾപ്പിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, മനസ്സിലായില്ലേ? അവന് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആരും ഈ ചാനലിലുള്ളവരെല്ലാരും പിന്നെ അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇരുന്ന് ഇവിടെ നിന്ന് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് വേറെ ഓപ്ഷൻ ഇല്ല, അവനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവൻ പറയാൻ ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവന് ഫസ്റ്റ് കേസ് അവൻ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പോലും അറിയത്തില്ല, അവന് നേരെ സംസാരിക്കാൻ പോലും അറിയത്തില്ല, അവൻ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പോലും ചാറ്റിലുള്ളവര് ഇന്നലെ വരെ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ആൾക്കാർ ഇന്ന് വന്നിട്ട് അവനടുത്ത് മറ്റേ നീ പോടാ മറ്റേ ഇതല്ലേ മറ്റേ കുണ്ണ എന്നുള്ള രീതി സംസാരിക്കുമ്പോ അവന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്ന? അവൻ പേടിച്ച് മറ്റേ നിങ്ങൾ പറയുന്ന ചാറ്റ് കേട്ട് അവൻ മറ്റേ പേടിച്ചോണ്ടിരിക്കുന്ന. അവന്റെ POVയിൽ ഈ പറയാനുള്ള കാര്യങ്ങൾ അവന് പറയാൻ അറ്റ്ലീസ്റ്റ് സമ്മതിക്കണം. അവൻ ഇത് ഇപ്പം ഈ ക്ലിപ്പ് കേൾപ്പിക്കാനോ അതൊന്നും അല്ല അവന്റെ ഉദ്ദേശം. അവൻ ഇങ്ങനെ മനഃപൂർവ്വം TVക്ക് ഹേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കാര്യം അവൻ TVക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പെട്ടെന്ന് ലൈവിൽ വന്ന് ഈഗിൾ അത് പറയുമ്പോഴത്തേക്ക് തിരിച്ച് മൊത്തം കിട്ടുന്ന ഹേറ്റ് അവനാണ് കിട്ടുന്നത്. അവൻ എന്തോ മോശമായിട്ട് ചെയ്തുകൊണ്ട് അവനെ കിക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിങ്ങളെ മൊത്തം പറയുന്നത്. അത് മനസ്സിലാക്ക്, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എല്ലാവരുടെയും POV ഒന്ന് കേൾക്കാനുള്ള മൈൻഡ് കാണിക്കുക, അല്ലാതെ ഇവിടെ ആരും ആരെക്കാട്ടിലും നല്ലതും മോശവും എന്നല്ല പറയുന്നത്. അവന്റെ POVയും കൂടി കേക്ക്, അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ചാറ്റിൽ കളിയാക്കുന്നതും ചിരിക്കുന്നതൊക്കെ ഒന്ന് നിർത്തുക. എന്തിനാണ് ഇതൊക്കെ ഒരു ഫണ്ണ് ഇത്ര ഭയങ്കര എന്തൊരു ഒരു സെലിബ്രേഷൻ പോലെ കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഇത് സെലിബ്രേഷൻ? ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവം പോലെയാണ് നിങ്ങളിതൊക്കെ കാണുന്നത്. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്തോരം ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഈഗിളിന് വിഷമമുള്ളതുപോലെ എല്ലാവർക്കും അതുപോലെ. എല്ലാവരും, ഞാൻ അവനെ കുറ്റം പറയുക അല്ല, അങ്ങനെയല്ല പറയുന്നത്. എല്ലാവരുടെയും സൈഡിൽ അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ മൈൻഡ് സെറ്റുകളുണ്ട്. അപ്പൊ പെട്ടെന്ന് ലൈവിൽ വന്നിട്ട് അവൻ ഈ കിക്ക് ചെയ്തു എന്നുള്ള രീതി പറയുമ്പോ
അതിന്റെ റീസൺ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവന് ഷോക്കാവും. മനസ്സിലായ കേസ്? അല്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇതാക്കാനും ഹേറ്റ് ഉണ്ടാക്കാനും അതിനൊന്നും അല്ല ഇവിടെ ആരും വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പേരിൽ ഇപ്പൊ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എന്റെ ലൈവ് കാണാൻ വേണ്ട, അത് രണ്ടാമത്തെ കേസ്. പക്ഷെ നമ്മളുടെ അവരവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവരവർക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് കൊടുക്ക്. എന്നിട്ട് ഇതാക്കിക്കോ. നിങ്ങൾ ചിരിക്കുന്ന ഇപ്പൊ ഈ ചാറ്റിൽ ചിരിക്കുന്ന ഇമോട്ട് ഇടുന്ന കുറെ പേരുണ്ടായിരിക്കും. എനിക്കത് പ്രശ്നമില്ല, അതിലൊരു സീനും ഇല്ല. നിങ്ങൾക്ക് സ്പാം ചെയ്യാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. പക്ഷെ എല്ലാവരുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അവൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അവനെ കിക്കാക്കിയതിന്റെ റീസൺ അവനത് ആ റീസൺ കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അവൻ എന്തോ അലീനയുടെ ചന്ദ്രന്റെ കേസിൽ ഇടപെട്ടു എന്ന് പറയുന്ന കാര്യം അവൻ അറിയത്ത് പോലും ഇല്ലാത്തൊരു കാര്യം. അതൊക്കെ പറഞ്ഞാണ് അവനെ കിക്ക് ചെയ്യുന്ന അവൻ അറിഞ്ഞപ്പം അവന് വിഷമമായി. അവനത് അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. പിന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ളത് അവൻ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞ കാര്യം, പണ്ടത്തെ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് അവൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ അവനെ കിക്ക് ചെയ്തു, ബാക്കി ആരെയും കിക്ക് ചെയ്യാതിരിക്കുമ്പോ ഉറപ്പായിട്ടും അവനും ബാഡ് ആവുമല്ലോ കേസ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരാളെ മാത്രം ടി വിന്ന് കിക്ക് ചെയ്യുന്നു, ബാക്കി ആരെയും കിക്ക് ചെയ്യുന്നില്ല. റീസൺ അവൻ അറിയാത്തൊരു കാര്യം ഈ ഒരു റീസൺ ആണെന്ന് അറിയുമ്പോൾ അവനും ബാഡ് ആവുമല്ലോ. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെയാണ്, ഇന്ന റീസൺ കൊണ്ടാണ് അവൻ കിക്കാക്കിയത്, അതുകൊണ്ടാണ് സ്റ്റോറി ഇട്ടത് എന്നാണ് നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ആരെയും പറ്റി കുറ്റം പറയാനോ ഇത് ഒരു ഇഷ്യൂ ആക്കാനോ അല്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയുന്ന ബാക്കി ഈ ഈകളുടെ ലൈവ് കഴിഞ്ഞപ്പോൾ എന്റെ ലൈവ് കഴിഞ്ഞ ലൈവിൽ വന്നിട്ട് കുറേമാര് വന്ന് എന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ടി വിയെ തമ്മിൽ തല്ലിച്ചിട്ട് പിരിഞ്ഞു പോയി, ഇതായി ബ്രോ. ഞാൻ വേണമെങ്കിൽ കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ RP ഇനി മുമ്പോട്ട് ഫ്യൂച്ചറിൽ കളിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളെ ഇഷ്യൂ എങ്കിൽ ഞങ്ങൾ കളിക്കാതിരിക്കുക. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ അകത്ത് ഇപ്പോഴും പറയുന്നു, ഈ ടി വിയുടെ അകത്ത് ഒരു പയ്യന്റെ അടുത്ത് പോലും ഞാൻ വന്നിട്ട് പേഴ്സണൽ മെസ്സേജോ ഒരു കാര്യം വെച്ചിട്ട് ഈ സമയത്ത് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവന്മാര് സ്വന്തമായിട്ട് അവന്മാരുടെ ഡിസിഷൻ എടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും കൂടി ഉള്ള ടി വി ആണെങ്കിലേ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരാൾ ഇറങ്ങിയാലും ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ആദ്യമേ തൊട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. അപ്പം ഈഗിളിന്റെ ഫൈനൽ ഡിസിഷനിലെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇറങ്ങുക അല്ലെ നിൽക്കുക എന്നായി. അപ്പൊ അവന്മാര് പറഞ്ഞ് എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളും വരും, അല്ലാത്തപ്പം നമ്മളും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഇറങ്ങി എല്ലാവരും ഇറങ്ങുന്നത്. അല്ലാതെ ആർക്കും മറ്റേ സീനോ കാര്യങ്ങളോ ഇല്ല. പെട്ടെന്ന് ഈ ഒരു രീതിയിൽ സംസാരങ്ങൾ വന്നപ്പം ഇവൻ ആ സമയത്ത് അത് കണ്ടിട്ട് പെട്ടെന്ന് ട്രിഗർ ആയിപ്പോയി. അതാണ് അവൻ പെട്ടെന്ന് സ്റ്റോറി ഇട്ട ന്യായമൊന്നോ അല്ലെങ്കിൽ ശരിയൊന്നോ അല്ല പറയുന്നത്. അത് സ്റ്റോറി ഇട്ടത് അവന്റെ ആ സമയത്ത് എടുത്തുചാട്ടം തന്നെയാണ്, അതിനെ ന്യായീകരിച്ചല്ല പറയുന്നത്. പക്ഷെ അവന്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് നിങ്ങൾ നോക്കുന്നത്. കാരണം ഇനി രണ്ടാമത്തെ കാര്യം പറയാം, ഇതിന്റെ അകത്ത് കാണുന്ന മെജോറിറ്റി ആൾക്കാർ ഈഗിളിന്റെ ലൈവ് കണ്ടവരായിരിക്കും, അല്ലെങ്കിൽ ടി വി ഇഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടി വി ആയിരിക്കും വലുത്, അല്ലെങ്കിൽ ഈഗിൾ തന്നെ ആയിരിക്കും വലുത്. അതിനൊരു തെറ്റോ കുറ്റോ ഡിസ്റെസ്പെക്ട് ആയിട്ടോ പറയുന്നതല്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ POV കൂടി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും, മനസ്സിലാക്കി. അല്ലാതെ ഇതിനെ ആഘോഷിക്കാതിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവരെ ലൈവിൽ വന്ന് ചാറ്റിൽ വന്ന് തെറി പറയുന്നത് ഇതൊന്നും ഒഴിവാക്ക്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും മനസ്സുണ്ട്. അപ്പൊ അത് ഈ ഒരു സംഭവം മാക്സിമം ഇത് ഒരു ട്രിഗർ ആവാതെ ഇഷ്യൂ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും പറയാതിരുന്ന ഇങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഈകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവന് വിഷമമായി. ഇവന് ഈ പറഞ്ഞ സംഭവം ഇങ്ങനെ കിക്ക് ചെയ്ത കാര്യം ഇന്ന് ലൈവ് പറഞ്ഞപ്പം ആൾക്കാർ മൊത്തം ഒറ്റയടിക്ക് ഇവന് അഗെയിൻസ്റ്റ് എല്ലാവരും സംസാരിക്കുന്ന കേസ്. നിങ്ങളൊന്ന് ആലോചിക്കും. അത് അവൻ പറഞ്ഞ കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവന്റെ സൈഡ് ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത ഇല്ലേ ബുള്ളറ്റിന്? അവൻ ഇത്ര നാൾ 5 വർഷം TV എന്ന് തുടങ്ങുമ്പോൾ തൊട്ട് അവനും ഉള്ളായിരുന്നല്ലേ. അപ്പൊ ഒരു കാര്യം വന്നപ്പം പെട്ടെന്ന് എല്ലാവരും ചാറ്റ് ഈ ലൈവായിട്ടുള്ളവര് കാണുന്നവർ മൊത്തം അവന്റെ അഗെയിൻസ്റ്റ് മാത്രം നിന്ന് സംസാരിക്കുമ്പോ അവന്റെ മനസ്സുകൂടി ഒന്ന് ആലോചിക്കുക കേസ്. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തിനാ ബ്രോ സരക്ക് ഇറങ്ങിയപ്പോ TV ഇറങ്ങിയ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന TV ഇറങ്ങിയ എല്ലാവരും കൂടെ ബ്രോയുടെ കൂടെയും സരക്കിന്റെ കൂടെ നിന്നേനെ. ബ്രോ ഞാൻ പറഞ്ഞേക്ക്, ഇതിന് മുമ്പ് അവന്മാർ സിമ്പിളായിട്ട് പറഞ്ഞ ഫാക്ട് ഇത്രേ ഉള്ളൂ. ഇതിന് മുമ്പ് ഈഗിൾ ഇറങ്ങുന്ന പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഇതേപോലെ തന്നെയാണ് നിന്നത്. നമ്മൾ TV ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല, സിറ്റിസൺസ് RP മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. മനസ്സിലായ? അല്ലാതെ ആരും ഒന്നും ഇതായിട്ടില്ല. അല്ലാതെ ആരും ഒന്നും ഇതട്ടെ വോയിസ് കേൾപ്പിക്കണ്ടായിരുന്നു ഗൈസ്. അത് വോയിസ് കേൾപ്പിച്ചത് അവൻ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളെ ഇതാക്കാനായിട്ട് കേൾപ്പിച്ചതും പേഴ്സണലി ഇത് കാണിച്ചതല്ല. നിങ്ങളാരും അവൻ പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. ആദ്യമേ പറയുമ്പോൾ തന്നെ ചാറ്റിലുള്ളവർ കളിയാക്കുന്നു, അവനെ ഒരുമാതിരി മോശമായിട്ട് പറയുന്ന കേസ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ഒരു ഗതികേട് കൊണ്ടാണ് അവൻ അവസാനം അത് കാണിച്ചത്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവനത് പറഞ്ഞത്. മനസ്സിലായി? അവൻ സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ ഇതൊക്കെ ഓഫ്ലൈൻ പറഞ്ഞ് സോൾവ് ആയിട്ട് അവസാനം കൂടെ വിളിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് ഞാൻ ഓൾറെഡി ഞാൻ ഏതെങ്കിലും എൻ്റെ ലൈവിൽ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ ഇങ്ങനെ പറ. ഞാൻ ഇതിപ്പോ സംസാരിക്കാൻ വന്ന പോലെ തന്നെ ഇവൻ ഈ കിടന്ന് കുണ്ണത്തരം കാണിച്ചാൽ കളിയാക്കും. ബ്രോ കുണ്ണത്തരം കാണിച്ചാൽ കളിയാക്കണം, അതിന് ഒരു തീരുവില്ല, ഒരു സീനുമില്ല. ബ്രോ കുണ്ണത്തരം കാണിച്ചാൽ ബ്രോ കളിയാക്കിക്കോ, കേൾക്കാം, ഒരു സീനുമില്ല. കുണ്ണത്തരം കാണിക്കാത്തപ്പം കേൾക്കാൻ പറ്റത്തില്ല, അതേ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? കുണ്ണത്തരം കാണിച്ച ബ്രോ ധൈര്യമായിട്ട് പറ, നമ്മൾ കേൾക്കും. കുണ്ണത്തരം കാണിക്കാത്തപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല.
മനസ്സിലായില്ലേ? നമ്മൾ മനുഷ്യർ തന്നെയാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരുടെയും റെസ്പെക്ട് ഉണ്ട്, എല്ലാവരുടെയും ഇതുണ്ട്. റിബൽ ബ്രോ വോയിസ് കേൾപ്പിണ്ടായിരുന്നു ഇത് ഇപ്പോൾ. അത് ഓക്കെ, അത് നിങ്ങൾക്ക് ഷോക്ക് ആയിട്ടുണ്ടെങ്കിൽ സോറി, പക്ഷെ അത് ആ ഒരു ഇന്റൻഷനിലല്ല കാണിച്ചത്. പക്ഷേ അവന്റെ സൈഡിൽ നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ പോലും എനിക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അവൻ ഇറങ്ങിയതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നതിന്റെ റീസൺ എന്താ, ഈ സ്റ്റോറി ഇട്ടതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി മാത്രമാണ് അവനത് അവസാനം ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് കേൾപ്പിച്ചത്. അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് കേൾപ്പിച്ചത്. അല്ലാതെ നിങ്ങളെ ഇത് ഷോക്കാക്കാനോ അങ്ങനെയല്ല, ആ സംഭവം അല്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇതിപ്പോ നിങ്ങൾക്കിത് അടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കിക്കോ, അത് നമുക്കൊന്നും ചെയ്യില്ല. കാരണം ഇവനൊന്നും വന്ന് ലൈവ് പുണ്ടച്ചി മോനെ, എടാ നീ യഥാർത്ഥ ടി വി സപ്പോർട്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. അഭിനവം, നീ യഥാർത്ഥ ടി വി സപ്പോർട്ടറാണെന്ന് മനസ്സിലായി. കാരണം ഇന്നലെ വരെ അണ്ണാന്ന് വിളിച്ചിട്ട് ഇന്നൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കിയുള്ളവർ 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നിനക്കൊക്കെ വന്നിരുന്ന് ഈ അണ്ണാന്ന് വിളിച്ചവന്മാരെല്ലാം കുണ്ണാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അല്ലാതെ അവന്മാരും ഇവിടെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അണ്ണാ വാസോണിന് ഫീലായി കാണണം. എടാ മനസ്സിലായി, ഓക്കെ, ഫീലായി കാണും. പക്ഷെ അതിന് നമ്മൾ ഈ കിട്ടുന്ന ഹേറ്റ് വേറെയാണ്, വേറെ രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ഹേറ്റ് കേൾക്കാൻ വയ്യ, സീരിയസ്ലി പറയുക. ഇത് കേൾക്കുന്നതിന് ലിമിറ്റും ഉണ്ട്. ലൈവിൽ വന്ന് എനിക്ക് വരുന്ന കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജീവിതം വെറുക്കും. അമ്മാതിരി കമന്റുകളാണ് വരുന്നത്. ഞാൻ ടി വിനെ ഇവിടെ പിടിച്ചിറക്കി, അടിപ്പിച്ചു, പിരിച്ചു. ഇതൊക്കെ കേൾക്കുന്ന എന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്.